ഹലോ, ഇതെന്താ രാജാക്കന്മാര്, രണ്ട് രാജാളം ഇത് അടിപൊളി സർപ്രൈസ് ആയല്ലോ. ഞാൻ എത്താൻ വൈകി പോയോ? നിങ്ങള് നേരത്തെ എത്തി. ഇത് എങ്ങനെ ഇതായതുകൊണ്ടായിരിക്കുമല്ലേ റോഡും കട്ട് ചെയ്ത് പറ്റിയ സാധനല്ലേ കൊണ്ടുവന്ന്. അടിപൊളി. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ച്. അടിപൊളി സ്വീറ്റ് സർപ്രൈസ്. ഇനി ഇവിടെ സമയങ്ങളുണ്ടല്ലോ. സമയങ്ങളുണ്ട്. പൂവല്ലേ നിങ്ങൾ ഇറങ്ങി, ഞാൻ ഓടി. ആയിക്കോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് താങ്ക് യു. ഒരാളെ വിളിച്ചപ്പോ തന്നെ വന്നേന്, രണ്ട് ഇത് കൊണ്ടുവന്നേന്. രണ്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇത് സർപ്രൈസ് ആയിപ്പോയല്ലോ. ഇത് ഭയങ്കര സർപ്രൈസാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ ഓടിക്കുമ്പോ ബാക്കി മനസ്സിലായി. ആയിക്കോട്ടെ. പക്ഷെ ഇന്നലെ പ്രാഡോ കിട്ടിയപ്പോ പോലും ഇന്നലെ ഇത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഇല്ല, ഇത് പറഞ്ഞിട്ടില്ല. ഇത് ഒരു സർപ്രൈസ് രാവിലത്തേക്ക് വെച്ചതാണ്. ഇത് വൻ സർപ്രൈസ്. ഇന്നലെ പ്രാഡനൊക്കെ വലിയ സർപ്രൈസ്. അടിപൊളി. ഇത് ഇനി പോവല്ലേ, വെറുതെ സമയം കളയണ്ട. ഓക്കെ, വെൽക്കം ടു ഫ്ലൈ. ആനന്ദേട്ടാ, ഗ്രേറ്റ് സർപ്രൈസ് ട്ടോ. ശരിക്കും സർപ്രൈസ് ഉണ്ട്. പക്ഷെ ഞാൻ സർപ്രൈസ് ആദ്യം തന്നെ ഒന്ന് പൊളിക്കട്ടെ. ഒന്ന് ഫസ്റ്റ് തന്നെ പോട്ടെ. അതെ, ഫസ്റ്റ് തന്നെ നമുക്ക് പൊളിക്കാം. സാൻഡ് കൂടെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഐ ആം റെഡി ഫോർ ഇറ്റ്. പൊളി. എന്റെ ആ ഒരു ഫീല്. ശരിയായ ലാൻഡ് ക്രൂയിസർ. ഞാൻ പറയാ റോ ലാൻഡ് ക്രൂയിസർ. വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള 200ഉം 300ഉം ഈവൻ 250 ഒക്കെ നമ്മൾ ഓടിച്ചാലും സാൻഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ റോ ലാൻഡ് ക്രൂയിസർ. ഫോർ ലിറ്റർ V6 നമ്മള് പഴയ വണ്ടികളിൽ LC200 വന്ന് സെയിം. ഇതും ഈവൻ ഇതിൽ മുമ്പ് വന്നതും സെയിം എഞ്ചിൻ തന്നെ. എന്താ പറയാ, ഇറ്റ്സ് റിയലി റിഫൈൻഡ്. വർഷങ്ങളായിട്ടുള്ള എഞ്ചിൻ അല്ലേ. അപ്പൊ റോ സാധനം അല്ലേ? റോ സാധനം, അതെ. അടിപൊളി. ഒരുപാട് സൊഫിസ്റ്റിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓഫ് റോഡിങ്ങിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എനിവേ, നമുക്കൊന്ന് വണ്ടി പുറത്തുനിന്ന് കാണാം. പുറത്തുനിന്ന്, അതെ. എന്നിട്ടാ വണ്ടി ഒന്ന് പുറത്തുനിന്ന് കാണാം. വണ്ടി പുറത്തുനിന്ന് കാണാം. ആൾക്കാർക്ക് ഒന്ന് വണ്ടി കാണിച്ചു കൊടുത്തേക്കാം. വണ്ടി കാണിച്ച് വണ്ടിനെ പറ്റി സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മാസീവ് പ്രസൻസ് അല്ലേ? അടിപൊളിയാ. ഈ ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പുതിയ മോഡൽ വന്നതോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തരാം, ഈ ജമ്പ് ചെയ്ത് നിൽക്കുന്ന മനസ്സിലായി. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ആ മാച്ചോ ലുക്ക് ഭയങ്കര രസം തന്നെയാ വണ്ടി. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പുറത്തേക്കുള്ള വ്യൂ. ഇപ്പൊ നിങ്ങൾ ലാൻഡ് ക്രൂസർ കുറെ കാലം ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ഒക്കെ എന്താ തോന്നി? ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാല് മറ്റേ ലാൻഡ് ക്രൂസർ ഉണ്ട്, നമ്മൾ LC200 ഒക്കെ, അത് നമുക്ക് എപ്പോഴും നോസ് ഇങ്ങനെ ഭയങ്കര ഹൈറ്റ് ഉള്ള മാതിരിയാ ഫീൽ ചെയ്യാം. പുറത്തേക്ക് കാണില്ല. അതായത് ഫ്രണ്ടിലൊക്കെ എവിടെയാണ് വണ്ടി കറക്റ്റ് പൊസിഷനിൽ ഡെസേർട്ടിലൊക്കെ ഓടിക്കുമ്പോൾ ഇതിനകത്തല്ല. ഇത് നമുക്ക് ശരിക്കും വണ്ടി വ്യൂ ഭയങ്കര ആ സീറ്റിൽ, അതും ഞാൻ സീറ്റ് പൊന്തിക്കാറുള്ള പൊസിഷനിൽ അടിപൊളി വ്യൂ ആ. പിന്നെ ഓഫ് കോഴ്സ് സറൗണ്ടിങ്സും, അതായത് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാലും പുറത്ത് സുഖമായിട്ട് കാണാൻ സാധിക്കും. പില്ലേഴ്സ് എല്ലാം തിന്നാണ്, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒബ്സ്റ്റക്കിളും ഇല്ല. ഫ്രണ്ട് ആണെങ്കിലും പഴയ ആ റഗഡ്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെ? LED ലൈറ്റ് വന്നു, ഗ്രില്ല് മനുഷ്യടാട്ടാന്നുള്ള ലോഗോ വന്നു, ബമ്പർ ആക്ച്വലി ഇത് സ്റ്റീലാണ്, പക്ഷെ ബാക്കിയെല്ലാം ഇതോ പ്ലാസ്റ്റിക് ആണ് സേഫ്റ്റിയിലേക്ക്. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലിപ്പോ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ റഡാർ ഇവിടെ ഉണ്ട്. പിന്നെ താഴെ ആണെങ്കിൽ സ്കിഡ് പ്ലേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സിമ്പിളാണ്, സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ സാധനങ്ങളും ഇല്ല. അതൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ സൈഡ് വരാണെങ്കിലും സൈഡിൽ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാം ഒരു സിമ്പിൾ ആണ്. സ്ട്രെയിറ്റ് ലൈന്, വീൽ ആർച്ച് ആണെങ്കിലും എനിക്കൊരു അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്.
എന്താ അറിയോ, ഈ വീലാർച്ച് കൂടെ വന്നപ്പോ ടയർ ഉള്ളോട്ടാണ്. ഉള്ളോട്ടാണ്. അപ്പൊ സ്പേസർ വെക്കേണ്ട ഒരു അത് അവസ്ഥ. നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള കുറച്ച് അതാണ് അവരങ്ങനെ വെച്ചതാണല്ലേ. കുറച്ചൊന്ന് വീലൊക്കെ ഒന്ന് കുറച്ചുകൂടി പുറത്ത് വന്നു കഴിഞ്ഞാല് ശരിയാണ്. നമ്മളിപ്പം ഈ വണ്ടി എടുക്കുകയാണ്, ഇതിപ്പോ 16 ഇഞ്ചിന്റെ വീലാണ്, ടയർ 80 ആണ്. നമ്മൾ 80-ല് കുറച്ച് എന്തായാലും അപ്സൈസ് ചെയ്ത ടയർ ഇടും, ചിലപ്പോ വീല് മാറ്റും. ലിഫ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ. ഒന്ന് പുറത്തുകൂടി വന്നു കഴിഞ്ഞാല് ആ വണ്ടിന്റെ ലുക്ക് ഒന്നുകൂടി ഭീകരം. അത് സംശയമില്ല. പിന്നെ ലിഫ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇല്ല, ഇതിപ്പോ നമുക്ക് ഒരു സ്റ്റോക്ക് ലാൻഡ് ക്രൂയിസർ വണ്ടി നമുക്ക് അങ്ങനെ എടുത്തുമ്പോൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഡ്രൈവ് എല്ലാം പറഞ്ഞാൽ കണ്ടില്ലേ, ടയർ പോലും കാറ്റൊഴിക്കാണ്ട് ഒരുവിധ എല്ലാ സാൻഡിലും നമ്മൾ ഇറക്കി, ഒരു പ്രശ്നമില്ല, ഡ്യൂണിലും മുകളിൽ കയറ്റി. അത് അതിന്റെ ഒന്നാമത് വെയിറ്റ് അത്രയും കുറഞ്ഞു, ലൈറ്റ്. ഇപ്പൊ ഇത് എന്റെ സെയിം എഞ്ചിൻ LC200 എന്റെ അടുത്ത്, അത് നമുക്ക് ഇങ്ങനെ ഓടിക്കാനായത് കാരണം അതിന് അത്രയും വെയിറ്റ് ഉള്ള വണ്ടിയായതുകൊണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ആ എഞ്ചിന്റെ ട്യൂണിങ് എല്ലാം ഈ ഒരു പവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഹബ്ലോക്ക് ഉണ്ട്. അതെ, ഹബ്ലോക്ക് ഉണ്ട്, ഓട്ടോ മെക്കാനിക്കലി ചെയ്യേണ്ടി വരും. അതെ, ഇത് വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഭംഗിയുണ്ട് അതിന്റെ ഒരു. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും റിജിഡ് ആക്സിലും പിന്നെ സ്പ്രിങ്ങും അല്ലേ വരുന്നത്. അതെ, തന്നെയാണ് നമുക്ക് ഒന്നും പേടിക്കണ്ട. പിന്നെ ആ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം സോളിഡ് ആക്സിൽ വണ്ടി, അത് ഈ ഒരു ലേറ്റസ്റ്റ് മോഡലിലും ഇപ്പോഴും ആ പഴയ ഒരു ഓൾഡ് സ്കൂൾ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വലിയ ഗ്രീൻ ഹൗസും ലൈന് സിമ്പിളും അതെല്ലാം നമുക്ക് പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് മുതൽ കാണുന്ന ഒരു സാധനം, അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇതങ്ങോട്ട് ഒരു ഓവർലാൻഡ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ടോ? പൊളിക്കും. നല്ലൊരു പിന്നെ റൂഫ് റാക്ക് ഒക്കെ വെച്ച് ഒരു നല്ല ടെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാല്. അല്ല, ഞാൻ കാര്യം ചെയ്യട്ടെ, ഇതിന്റെ സിംഗിൾ ഡോർ ഉണ്ട്, മെയിൻ കൂപ്പെ, 4 ഡോർ ഉണ്ട്, പിക്കപ്പ് ഉണ്ട്. ഏതാ നിങ്ങളെ ചോയ്സ്? ഇപ്പൊ ഇത് ഓടിച്ചതിന് ശേഷം ഇതാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിരുന്നത് പിക്കപ്പ് ആയിരുന്നു. പിക്കപ്പ് കുറച്ചുകൂടി ലെങ്തിയർ ആണ്. നമുക്കിപ്പോ ഈ ഡെസേർട്ടിലുള്ള ഓഫ് റോഡിങ്ങിന് നമുക്ക് ആ ഒരു ലെങ്ത് ആവശ്യമില്ല, കാരണം വണ്ടി കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ്, കാരണം ബാക്കിൽ വെയിറ്റ് തീരെ ഇല്ല. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് കൺവീനിയന്റുമായി, വണ്ടിയും അടിപൊളിയായി. ഇന്നലെ ഓടിച്ചിട്ട് ആ ഒരു ഭയങ്കര ഫീൽ തന്നെയാ ശരിക്കും. റിയർ ആണെങ്കിൽ ആ സ്പ്ലിറ്റ് ഡോർ, ഡോർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഡോർ, ഒരു പഴയ ലെഗസി ടൊയോട്ടയുടെ. ഇപ്പോഴും എനിക്ക് കുറെ ആൾക്കാർക്ക് അറിയാം, ഇപ്പോഴും ഈ പുറത്തേക്ക് തുറക്കുന്ന ടൈപ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ലാൻഡ് ക്രൂയിസറിന്റെ ഡോറുകൾ എല്ലാവരും ഇതിലേക്ക് മാറ്റുന്ന ആൾക്കാരുണ്ട്. LC200 ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷെ 300 ഇല്ല, 300 ബാക്കി കാരണം ഈ സെൻസറും ഓട്ടോമാറ്റിക്കും ഒക്കെ ആക്കി. ഒച്ചങ്ങനെ കേൾക്കുമ്പോ തന്നെ ഈ ഒരു ലുക്ക് സത്യം പറഞ്ഞല്ലോ എവർ ലാസ്റ്റിംഗ്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ തുടക്കത്തില് നിങ്ങൾ ഈ കിങ്ങിന്റെ കൊപ്പിട്ടോണ്ടോ കിങ് ആയതുകൊണ്ടാ പറഞ്ഞത്, മനസ്സിലായത്. നിങ്ങളൊരു കിങ് ആണ് ഓഫ് റോഡില്, ഇതൊരു കിങ്. കാരണം എന്താ അറിയോ, നമുക്ക് ആ ഒരു പഴമ ചില വണ്ടികൾ കൾട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണാം. അതെ, ഇത് 70 ലാൻഡ് ക്രൂസർ, പിന്നെ അടുത്ത ഏതാ പറയുകയാണെങ്കിൽ റാംഗ്ലർ, പഴയ ഡിഫൻഡർ, പെട്രോളും കൂടെ കൂട്ടി, പക്ഷെ പഴയത് ഇത് 4 അല്ലെങ്കിൽ 5. ഇതിന്റെ ഒരു കൾട്ട്നെസ് വേറെ വണ്ടിക്കില്ല. അതിന്റെ ലെഗസി അതേപോലെ വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈവൻ ഞാൻ ആലോചിക്കുക, ഈ ബോഡീന്റെ മുകളിൽ ഒരു ലൈറ്റ് പോലും കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. പക്ഷെ കെപ്റ്റ് ഇറ്റ് വെരി സിമ്പിൾ, ഹാർഡ് കോർ ഒരു ലാൻഡ് ക്രൂയിസർ. വേറെ സാധനം ഹിഞ്ച്. ജീവാഗൺ ഒരു പുതിയതുണ്ടാക്കിയവർക്ക് ഈസി പണി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഹിഞ്ച് ഉള്ളോടൊക്കെ ആക്കുന്നതായിരുന്നു. ഇങ്ങനെ ആക്കുന്നതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. അതൊക്കെ കീപ്പ് ചെയ്ത് ആ ഒരു സംഗതി ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു കാര്യം ഡിഫറെന്റ് മിസ്സായത്, അത് കീപ്പ് ചെയ്തില്ല. അതിന്റെ ഒരു സാധനം വന്നില്ല, അടുത്ത സാധനം. പിന്നെ കണ്ടില്ല, ഇതെല്ലാം ബമ്പറെല്ലാം സിമ്പിൾ ആക്കി വെച്ചിരിക്കുക. പിന്നെ ഇതെല്ലാം ഹുക്കെല്ലാം സാധാരണ ഹുക്കല്ല, വെറും ഇത്രയും നമ്മൾ സിമ്പിൾ ആയിട്ട് ലാൻഡ് ക്രൂയിസർ വേറെ വണ്ടിക്ക് ഉണ്ടാവില്ല. കാരണം അവര് ടോ ഹുക്കും മറ്റേത് മറിച്ചതൊക്കെ ഫിറ്റ് ചെയ്ത്, പക്ഷെ ഇതിന് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് വെച്ചു. ഫങ്ഷണലി എല്ലാം ഉണ്ട്, ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. അതെ, അതാണ് ഈ വണ്ടീന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പോഴും ഇവിടുത്തെ ലോക്കൽസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓഫ് റോഡിങ് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്ക്. ഞാൻ എപ്പോഴും ബയസ്ഡ് ആയിരിക്കും ലാൻഡ് ക്രൂയിസറിൽ, എന്നാലും സ്വാഭാവികം. എന്നാലും ഞാൻ പറയല്ല, ഇതൊന്നും ഇന്ത്യയിൽ എത്തുന്നില്ല സങ്കടം. അത് സങ്കടം. ഇവിടെ വാങ്ങി ഉപയോഗിക്കുക, നമ്മളെ ടാക്സും കാര്യങ്ങളൊക്കെ താങ്ങൂല. അതാണ്
നമുക്ക് ദുബായിൽ ഇതൊക്കെ അതെ നിങ്ങളെല്ലാം വാങ്ങുന്നത്, ഞാനിങ്ങനെ വന്ന് ഉപയോഗിച്ചോളൂ, അതാണ് എന്റെ ഭാഗ്യം. നമുക്ക് ഏതായാലും ഇനി ഓൺ റോഡിൽ പോയിട്ട് അതെ ഞാൻ ഇവിടെ പെട്ടെടുക്കാൻ കുറെ നേരം മനുഷ്യ പോവാ ഭക്ഷണമൊക്കെ കഴിക്കാം. പാന്തേട്ടാ റൈറ്റ് ടൈമിംഗ് ആണ്. പല രീതിയിൽ ഇപ്പൊ നോക്കി കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഫുള്ള് മണ്ണുണ്ട്, ഫുൾ സാൻഡ്, ടൈമും അതെ ചൂട്, നല്ല ചൂട് തുടങ്ങി. അപ്പൊ ഇതിലിപ്പോ വന്നിരിക്കുന്ന നമ്മളെ V6 എഞ്ചിന്, അതെ അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു എന്താ പറയാ കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ലേ? അതെ അതെ. RPM എല്ലാം ഹൈ ആയിട്ട് ഹൈറവ് പറ്റുന്നുണ്ട് എല്ലാം. നമുക്ക് ഈവൻ ഡ്രൈവിലിട്ട് ഓടിക്കുമ്പോ തന്നെ അതാണല്ലോ പ്രത്യേകത. ഈ പുതിയ മോഡൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, 6 സ്പീഡ്. എന്നാലും നമുക്ക് വണ്ടി സൂപ്പർ പവറാണ്, അത് ഭയങ്കര. ഇപ്പൊ നമ്മളിപ്പോ ഇതിലിപ്പോ നമ്മള് മാനുവലി തന്നെ ഓഫ് റോഡ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ലോ റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അതെല്ലാം അത് വന്നിരിക്കുന്നപ്പോ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആയിട്ടല്ല. അതെ അതെ. ഇത് 2 ഡിഫ്ലോക്ക് ഉണ്ട്, റെയറും ഉണ്ട്, ഫ്രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഓപ്ഷനും അതിൽ 2 ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതെ. അപ്പം ബേസിക്കലി 3 ഡിഫ്ലോക്ക്. അതെ. പിന്നെ നോർമൽ ഡ്രൈവ് 2 വീലാണ്, S2 ആണ്, പിന്നെ H4ഉം L4ഉം. അപ്പോ എല്ലാം ഉണ്ട്. ഓഫ് റോഡിങ്ങിന് ആവശ്യമുള്ള എന്താ ബേസിക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈവൻ ഹിൽ ഡിസന്റ് ഇതെന്താ അത് ഹിൽ ഡിസൈൻ കൺട്രോൾ വന്നിട്ടുണ്ട്. കുറച്ച് ഇപ്പൊ എന്താ വെച്ചാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഇലക്ട്രോണിക്സ് എല്ലാം വന്നിട്ടുണ്ട്. അതെ. പക്ഷെ എന്നാലും ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് അല്ല, സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഈ ലിവർ ഒക്കെ വെച്ചതുകൊണ്ടേ, ഇപ്പൊ ബട്ടണിനെക്കാളും ലിവർ ആയതുകൊണ്ട് അതിന്റെ ഒരു ഫീൽ നമുക്ക് ഓക്കെ ലോയിലേക്ക് എൻഗേജ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ അതെ, അതൊരു ഡിഫറെന്റ് ഫീലാണ് എക്സാക്ട്ലി ലിവർ വരുമ്പോ. മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പം ഇതില് വന്ന ഇലക്ട്രോണിക്സിൽ ഇപ്പം ADAS ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം മറ്റേ ഫ്രണ്ട് കൊലീഷൻ വാർണിംഗും കാര്യമായിട്ട്. അതെ. ഇതിന് പുറമെ ആകെ വന്ന് 2 എയർ ബാഗ് മാത്രമാണ്. എയർ ബാഗ് 2 ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡോറ് വരെ ഒറിജിനാലിറ്റി ഇല്ല, തിന്നായിട്ടുള്ള ഡോറ് വളരെ വെയിറ്റ് കുറഞ്ഞു. വണ്ടീന്റെ ഓവറോൾ വെയിറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ LC എന്റെ വണ്ടിയൊക്കെ V8 അല്ലെങ്കിൽ ഈവൻ V6 ഒക്കെ ഡോറ് തുറന്ന് അടയ്ക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഹെവിനെസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആണ്. അതെ, വണ്ടി വളരെ ലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ലൈറ്റ്നെസ് നമുക്ക് ഓടിക്കുമ്പോൾ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര വ്യത്യാസം. പക്ഷെ ഓൺ റോഡില് ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് 2 ടേൺ എടുത്ത് നോക്കി തോന്നിയ ബോഡി റോളർ വളരെ കുറവല്ലേ? വളരെ കുറവാണ് ബോഡി റോള്. ഞാൻ ഇതിലും എക്സ്പെക്ട് ചെയ്താണ്, കാരണം വണ്ടി കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പം ബോഡി റോൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു കുറച്ച് സസ്പെൻഷൻ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം തീരെ ബോഡി റോളില്ല. ഈവൺ ഒരു 60-80 നമ്മൾ ഒരുവിധം നല്ല ടേൺ ഒക്കെ എടുക്കുമ്പോൾ വളരെ സ്റ്റേബിൾ ആ വണ്ടി, യാതൊരു വിധത്തിലുള്ള ബോഡി റോൾ. അത് നല്ലൊരു പ്രാക്ടിക്കൽ എലമെന്റ് അല്ലേ? കറക്റ്റ്. അതെ, നമുക്ക് സ്റ്റോക്കിൽ തന്നെ കുറെയൊക്കെ മാനേജ് ചെയ്യാം, ഓടിക്കാം. ഇപ്പൊ ഇത് മുമ്പത്തെ 78 നോക്കുമ്പോ അത് ഇംപ്രൂവ്ഡ് അല്ലേ? ഇംപ്രൂവ്ഡ് ആണ്. കാരണം ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു സസ്പെൻഷനിൽ വന്ന വ്യത്യാസമായിരിക്കോ എന്താണെന്ന് അറിയില്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. പിന്നെ റൂബ കുറച്ചും കൂടി ബോഡി റോൾ കൂടുതലാണ്, ചെറുതായതുകൊണ്ട് റൂബ. അതെ, നമ്മള് 2 ഡോറിന് റൂബ എന്നാ പറയാ. ഇതിന് 4 ഡോറിന് പ്രത്യേകിച്ച് എന്തോ പറയാ, ട്രക്കിന് വേറെ എന്തോ ഒരു പേര്, നിക്നെയിം. അതെ. അപ്പൊ ചെറുത്. അതെ, റൂബ ചെറുത്. അപ്പൊ അതിന് കുറച്ച് അധികം ബോഡി റോള്. പക്ഷെ അതെ, എനിക്ക് ഇതില് ബോഡി റോളെ ഫീൽ ചെയ്തിട്ടില്ല. അത് പഴയതിന്റെ ഇമ്പ്രൂവ്മെന്റ് ആണോ അതോ ഈ ഷാസി ലെങ്ത് കൂടുതൽ? എനിക്ക് തോന്നുന്നു ഷാസി കുറച്ച് നമുക്ക് കുറച്ചുകൂടി ലോങ് വീൽ ബേസ് ആകുമ്പോൾ പ്രത്യേകിച്ച് വണ്ടീന്റെ സ്റ്റെബിലിറ്റി കൂടുമല്ലോ, അതിന്റെ വൃത്തി. അപ്പൊ ആ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ ഒക്കെ ഒന്നുകൂടി കറക്റ്റ് ആയല്ലോ, അതായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ 70 ഇപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒന്ന് റിഫൈൻ ആയിട്ട് ഇപ്പൊ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇന്റീരിയറിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നു. പുറത്ത് നമ്മൾ കണ്ട കോസ്മെറ്റിക് ചേഞ്ച് ആണെങ്കിൽ ഇന്റീരിയറിൽ പറഞ്ഞ മീറ്ററും ടയൽസും എല്ലാം തന്നെ അനലോഗ് ആണ്, പക്ഷെ അതിൽ ചെറിയ TFT വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് സ്ക്രീൻ നോക്കുകയാണെങ്കിലും TFT സ്ക്രീൻ ഉണ്ട്, അതിൽ റിവേഴ്സ് ക്യാമറ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ, നമുക്ക് ഇടക്കിടക്ക് ഡ്യൂണോ എല്ലാം വരുമ്പോ തന്നെ ഒന്നും അറിയുന്നില്ല. ഇല്ല, ഒന്നും അറിയില്ല. അതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്കില് ഇത്രയും ഓഫ് റോഡിങ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ വണ്ടി ഇല്ല. ഓക്കെ, ഓഫ് കോഴ്സ് ലാൻഡ് ക്രൂയിസർ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ലാൻഡ് ക്രൂയിസർ 200 ഒക്കെ ഗംഭീരമാണ് അല്ല, ഞാൻ പറയുന്നത് നോർമലി ഉള്ള കംഫർട്ട് ആണ്. ഓഫ് റോഡിൽ ഒരു എന്താ പറയാ, നമുക്ക് കംഫർട്ട് ഇൻ ദ സെൻസ് ഓഫ് റോഡ് ചെയ്യാനുള്ള കംഫർട്ട്, അതിനൊരു ഈസി കോൺഫിഡൻസ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, പൊതുവെ ലക്ഷറി ആണ്, മോർ യൂട്ടിലിറ്റി ആണ്. അതാണ് എനിക്ക് തോന്നില്ല. അതിൽ എനിക്ക് മനസ്സിലായ സീറ്റില് ഇന്റീരിയറിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ മാതിരി കുറെ പഴയ എലമെന്റ് ഉണ്ട്. ഇപ്പൊ സീറ്റിനോട് നടുവിലുള്ള
ഫാബ്രിക് ആണ്, നമ്മൾ ഇരിക്കുന്ന കാണത്താണ്. സൈഡിൽ പഴയ റെക്സിന, ഈ ഡോറിൽ വന്നിരിക്കുന്ന പഴയ ലെതറായിട്ട് റെക്സിന, അതെല്ലാം ശരിക്കും യൂട്ടിലിറ്റി ഫീൽ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് സാധാരണ എന്താ പറയാ, പുതിയ ലക്ഷറിയിൽ നമുക്ക് എപ്പോഴും നനയാനോ അല്ലെങ്കിൽ ചളിയാനോ പേടി, അത് ഇതിൽ തോന്നുന്നില്ല. നമ്മള് എന്താ ത്രോൺ ടു എനിത്തിങ് എന്നുള്ള ഫീൽ. അബ്സല്യൂട്ട്ലി. എനിക്ക് ആകെ തോന്നിയതിൽ ഒരു ലക്ഷറി ആക്കിയത് സ്റ്റിയറിംഗ് വീൽ മാത്രമേ. മൾട്ടി ഫംഗ്ഷൻ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഹെഡാസ് കൊണ്ടുവന്ന അതിനാണ്. എയർ ബാഗ് 2 ഉള്ളെങ്കിലും അത് കൊണ്ടുവന്ന അതിനാണ്. അങ്ങനെയുള്ള കുറെ എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഒരു ഓൾഡ് സ്കൂൾ ഫീൽ, ശരിക്കും ആ റെട്രോ എന്നുള്ള സാധനം നിലനിർത്തിയതാണ്. ഹാറ്റ്സ് ഓഫ് ടു ദീസ് ഗൈസ്. നേരത്തെ നമ്മൾ എക്സ്യൂവിൽ പറഞ്ഞ നമുക്ക് ഈ ഒരു ചില റഗഡ് കൾട്ട് SUVs ഉണ്ട്. SUV എന്ന് പറഞ്ഞാൽ അതല്ലാണ് ശരിയായ ഓഫ് റോഡ്. അപ്പൊ ആ ഓഫ് റോഡിൽ ശരിക്കും പറഞ്ഞാൽ കുറെ വർഷമായിട്ട് ഈ ഒരു സെഗ്മെന്റ് റൂൾ ചെയ്യുന്ന ആൾക്കാർ. 1, 2 ലോകത്ത് എവിടെ പോയാലും കാണാം റിലയബിലിറ്റി. അത് ഇവരുടെ വലിയ തന്നെയാണ് അതിന്റെ ഒരു അൾട്ടിമേറ്റ് വണ്ടിയിലുള്ള റിലയബിലിറ്റി. അത് സമ്മതിക്കണം. എഞ്ചിനീയറിംഗ്, ഐ വുഡ് സേ ജപ്പാനീസ് എഞ്ചിനീയറിംഗ് കാർ മേക്കിംഗിൽ ബ്രില്യന്റ് തന്നെയാണ്. ഇപ്പം എനിക്ക് ഈ വണ്ടിയിൽ പ്രത്യേകതയായിട്ട്, സാധാരണ ഞാൻ LC70 ട്രക്കും ഒക്കെ നോക്കുമ്പോൾ മാനുവൽ ഗിയർ വണ്ടികളാണ്. അപ്പോ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോ അതൊരു ചലഞ്ച്. ആൾക്കാർ റെഗുലർ വണ്ടി തന്നെയാണ് ഓഫ് റോഡ് വണ്ടി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടിയാണ് വേണ്ടത്. അപ്പൊ അതിന് ഈ ഒരു മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ഭയങ്കര കൺവീനിയന്റ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യാം. ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പൊ അതൊരു സംഭവം തന്നെയാ. അതിന്റെ ഒരു കൺവീനിയൻസ് ഉണ്ടല്ലോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോ. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ്. അതെ. എനിക്ക് തോന്നുന്നത് ഈ സെഗ്മെന്റിൽ ഈ വണ്ടി കുറച്ചുകൂടി ഇനി വിൽക്കാൻ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയി. ആൾക്കാർക്ക് ഗിയർ ആണല്ലോ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആവേണ്ടത്. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പ്രാഡോ പറഞ്ഞു 3 ദിവസം കൊണ്ട് 1600 ബുക്കിംഗ് ആയി. അതെ, ഇതിപ്പോ എത്ര ആയിട്ടുണ്ടാവും? ഇത് പക്ഷെ അങ്ങനെ ഇതിന് ഈ വണ്ടി വാങ്ങാൻ വരുന്നവരാണ്. അതായത് ഇതാണ് എന്റെ വണ്ടി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ് ഈ വണ്ടി വാങ്ങുള്ളൂ. അത് അതിന്റെ ആൾക്കാരാണ് അത്രേ ഉണ്ടാവുള്ളൂ. അത് കൂടുതലായിട്ടും അത് അതിന്റെ ആ ഒരു പാഷൻ ഓഫ് റോഡിങ്, പിന്നെ ഈ ബോക്സ് ടൈപ്പ് റോ ഓഫ് റോഡിങ് വണ്ടി എന്നുള്ള ലക്ഷറി ഒന്നും വിഷയമല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വരിക. നമ്മളിപ്പോ റോഡിൽ പോകണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എങ്ങനെ ഓഫ് റോഡ് ചെയ്യേണ്ടി വരും. എന്തായാലും അങ്ങനെയുള്ള കൂടെ ഞാൻ ആലോചിക്കണ്ട. നമ്മൾ പെട്ട് കിടക്കുമ്പോൾ ഈ മനുഷ്യന് പെട്ടെന്ന് എത്തി, അതിന് പറ്റുന്ന ഒരു വണ്ടി എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതാണ് എന്താ പറയാ, ശരിക്കും എപ്പോ നമുക്ക് വിശ്വസിക്കാം ഈ ഒരു സാധനം ഉണ്ട്. ഇന്നത്തെ ഒരു സോഫ്റ്റ് റോഡേഴ്സിന്റെ കാലത്തില് റിയൽ ചങ്ക് ഓഫ് റോഡർ. ഇപ്പോഴും ഈ വണ്ടി ഇതേ മോഡലില് ഈ പഴയ സ്റ്റൈലില് നിങ്ങൾ പറഞ്ഞ പോലെ ആ കൾട്ട്, ആ ഒരു ഫീൽ, ലെഗസി, അത് ഇപ്പോഴും ഇറക്കുന്നത് എന്ന് പറയുന്നത് തന്നെ നമ്മള് വി ഷുഡ് അപ്രീഷിയേറ്റ്. അത് ആ കാര്യത്തിൽ ഒരു ഭയങ്കരം തന്നെയാണ്. അതെ, എന്തായാലും ബിഗ് താങ്ക്സ് ഫോർ ഗെറ്റിംഗ് ദിസ് കാർ. ഓൾവേസ് വെൽക്കം. അപ്പൊ ഞാൻ ഫൈനൽ ബിറ്റ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾ എൻജോയ് ചെയ്ത് കരുതുന്നുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. We are the one who brings such exclusive, അല്ലേ? Absolutely. അപ്പൊ അടുത്ത തവണ വീണ്ടും നമ്മൾ പുതിയ വണ്ടി കൊണ്ടുവരും. തീർച്ചയായിട്ടും. അതുവരെ stay safe and enjoy wheeling. Enjoy guys.